പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം വരുന്നു. നമ്മൾ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണല്ലോ. എല്ലാ മതങ്ങളും ഒരുപോലെ വേണം നമ്മൾ കണക്കാക്കാൻ. എല്ലാ മതത്തിനും അതിൻ്റേതായ പ്രത്യേകതകളും ചട്ടങ്ങളും വട്ടങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ മുഹമ്മദ് നബി, മുസ്ലിം മതത്തിൻ്റെ മുഹമ്മദ് നബി പറയുകയാണ്, കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ഉത്തമമായ ഭക്ഷണം മറ്റൊന്നില്ല. ശരിയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയും കൂടുതലാണ്, പോഷക സമൃദ്ധവുമായിരിക്കും. അതിന് പകരം നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തോ പ്രിസർവ് ചെയ്തോ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. അതിനേക്കാൾ നല്ലത് അവൈലബിലിറ്റി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കുന്നതാണ്. ഞാനങ്ങനെ എപ്പോഴും ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കിഷ്ടം, ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാനും വലിയ ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു ഫുഡ് നമ്മൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ അത് ഏത് കാലത്താണോ അത് അവൈലബിൾ ആ കാലത്ത് അത് സ്വീകരിക്കണം. മാങ്ങയുടെ കാലത്ത് മാങ്ങ, ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഇപ്പോൾ നിറച്ച് മാമ്പഴവും മാങ്ങയുള്ളതാണ്. ആ സമയത്ത് കിട്ടാവുന്ന അത്രയും മാങ്ങ ശേഖരിച്ച് പല രീതിയിൽ സൂക്ഷിച്ച് വെക്കണം. ചക്കയുടെ കാലത്ത് ഇപ്പോൾ ചക്ക ചിപ്സൊക്കെ ഉണ്ടാക്കി വെക്കാം. അതുപോലെ തന്നെ ചക്ക വാട്ടി എടുത്ത് വെക്കാം. അതുപോലെ ചക്ക പല രീതിയിലും പ്രിസർവ് ചെയ്യാതെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഏതെങ്കിലും അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്ത് ആ ഫ്രൂട്ട് നമ്മൾ എടുക്കരുത്. കാരണം അത് പ്രിസർവേറ്റീവ് ചേർത്തതായിരിക്കും. അത് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇപ്പോൾ ഞാൻ ഇന്നൊരു മാങ്ങാക്കാര്യം പറയാൻ പോകും. മാങ്ങ ഏത് പ്രായത്തിൽ കിട്ടിയാലും നമുക്ക് അത് പ്രിസർവ് ചെയ്യാനുള്ള വഴികളുണ്ട്. ഇത് കണ്ടോ, ഇതെൻ്റെ പാത്രം ഇതാണ്. ഞാൻ എല്ലാ പിക്കിളും ഇട്ട് വെക്കുന്ന പാത്രമാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള പാത്രമാണ്. അതുകൊണ്ട് ഇത് മൈക്രോവേവബിളാണ്. ഇതിനകത്ത് പിക്കിളിടുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. അപ്പോൾ മാങ്ങയുടെ ഏറ്റവും ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് കണ്ണിമാങ്ങ. അപ്പോൾ കണ്ണിമാങ്ങ കിട്ടിയാൽ, കണ്ണിമാങ്ങ ഇത് കഴിഞ്ഞ വർഷം ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതുവരെ ഒരു കേടുമില്ല. കണ്ടോ, കാണാലോ, നോക്ക്, കണ്ണിമാങ്ങ നല്ല ടേസ്റ്റിൽ കണ്ണിമാങ്ങ. അപ്പോൾ കണ്ണിമാങ്ങ പരുവത്തിൽ കിട്ടിയാൽ നിങ്ങളിതുപോലെ കണ്ണിമാങ്ങ അച്ചാറിട്ട് വയ്ക്കണം. അത് കഴിഞ്ഞ് ഇച്ചിരും കൂടെ വലുപ്പമായിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന് കീർമാങ്ങ ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചായിരുന്നു. കീർമാങ്ങ ഭയങ്കര ടൈറ്റായിട്ട് അടച്ചു വെച്ചിരിക്കുക. കീർമാങ്ങ തുറന്നു, ഇതെങ്ങനെയാണെന്ന് കണ്ടല്ലോ, കീറി വെച്ചിരിക്കുക. ഇതിൻ്റെ എല്ലാ സൈഡും കീറി അച്ചാറിന് കണ്ടോ, ഇതാണ് കീർമാങ്ങ കീറി വെച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ട് മസാല കയറി ഒരു മാങ്ങ എടുത്താൽ സൂപ്പറായിട്ട് ഭക്ഷണം കഴിക്കാം. കണ്ടോ കീറിയത്, ഇതാണ് കീർമാങ്ങ. ഓക്കെ, അപ്പോൾ ഒരു പകുതി മൂപ്പായ മാങ്ങ കിട്ടിയാൽ ഇതുപോലെ കീർമാങ്ങയാക്കി നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തത് സ്വല്പം കൂടെ മൂത്തു, അത് മാങ്ങേണ്ടിയൊക്കെ കട്ടിയായി, അങ്ങനെയാണെങ്കിൽ ആവയ്ക്ക മാങ്ങ അല്ലെങ്കിൽ വെട്ടുമാങ്ങ. കണ്ടോ, ഇത് ഇട്ടു, ഈ പാത്രത്തിലിട്ട് ഇത് മസാല പൊടിച്ചതേ ഉള്ളൂ. ഇനി ഇത് നാളെ പാത്രത്തിലേക്ക് ആക്കണം. എന്നിട്ട് വേണം അത് ലേബൽ ചെയ്യാൻ, ഏത് വർഷത്തേതാണ് എന്ന് ലേബൽ ചെയ്ത് വെക്കണം. ഇതാണ് കീർമാങ്ങ. കണ്ടല്ലോ, അതിൻ്റെ മസാല എല്ലാം പാകത്തിനായി കഴിഞ്ഞു. നാളെ ഇത് അതിൻ്റെ പാത്രത്തിലോട്ട് മാറ്റി ലേബൽ ചെയ്ത് വയ്ക്കണം. അപ്പോൾ വെട്ടി എടുക്കാവുന്ന പാകത്തിലെത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് വെട്ടുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും ചതഞ്ഞു പോകരുത്. ചതഞ്ഞു പോകാൻ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇതുപോലെ വെട്ടുമാങ്ങ അല്ലെങ്കിൽ ആവയ്ക്ക മാങ്ങ എന്ന് പറയും ഇതിന്. ഇനി ഇതിലും മൂത്ത മാങ്ങയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ മാങ്ങ ചെയ്യേണ്ടത് ഞാൻ പഠിപ്പിച്ചായിരുന്നു, ഹൈഡ്രോപോണിക്സ്. കണ്ടോ, എത്ര മാസം മുമ്പ് വെള്ളത്തിലിട്ടിരിക്കുന്നതായി മാങ്ങ. ഇത് മൂവാണ്ടൻ കിട്ടിയതാണ്. അത് കിട്ടിയപ്പോൾ തന്നെ കണ്ടോ, ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഒരു 3 മാസമെങ്കിലും ആയെന്ന് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് ഓർക്കുന്നില്ല, കാരണം ലേബൽ ചെയ്തില്ല, അധികം ഇല്ലല്ലോ. ഇത് വേറൊരു ഭരണിയിലും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളത്തിലിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് എപ്പം പച്ചമാങ്ങ പോലെ തിന്നണോ അതേ എടുത്ത് വേറെ എന്തെങ്കിലും മാങ്ങാക്കറി വെക്കണോ അപ്പോൾ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിക്കാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു നമുക്ക് മാങ്ങ പഴുത്തുപോയി മാമ്പഴമായിട്ട് കിട്ടുക. മാമ്പഴമായിട്ട് കിട്ടിയാൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇതാണ് അത്, ഞാൻ പാത്രത്തിലാക്കി ലേബൽ ചെയ്തു. സ്വീറ്റ് മാംഗോ
24 ഈ വർഷം ഇയർ എഴുതി വെച്ചിരിക്കും. കണ്ടോ, മാങ്ങ കീറി സൈഡെല്ലാം കീറി മസാലയും ചേർത്ത് ഇട്ടിരിക്കുകയാണ്. അത് ഈ ഒരാഴ്ചയായുള്ളൂ ഇട്ടിട്ട്. ഇപ്പോൾ ഉപയോഗിക്കാറായി. ഇതിൻ്റെ പേരാണ് സ്വീറ്റ് മാംഗോ പിക്കിൾ. ഇതൊരു ഫുൾ മാങ്ങ തന്നെ ഒരാൾക്ക് ഉപയോഗിക്കാം. ഇത് നല്ല സോഫ്റ്റായി തുടങ്ങി. അപ്പോൾ കണ്ണിമാങ്ങ മുതൽ ഏത് പ്രായത്തിലാണോ നമുക്ക് മാങ്ങ കിട്ടുന്നത് അതിന് നമ്മൾ റെഡിയാക്കും. അത് നമുക്കിപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഒന്ന് വേറെ തന്നെയാണ്. ഈ സോഡിയം ബൈസൾഫേറ്റ് ഒക്കെ ചേർത്ത് ഇത് പ്രിസർവേറ്റീവ് സങ്കുലിതമാക്കിയിട്ടാണ് നമ്മൾ ഈ അച്ചാറൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇതുപോലെ ഉണ്ടോ, ഇത് കഴിഞ്ഞ വർഷത്തേതാ, ഇതിനൊരു കേടുമില്ല. ഇപ്പോഴും കണ്ണിമാങ്ങ ഭയങ്കര ടേസ്റ്റാണ്. ഏറ്റവും ടേസ്റ്റുള്ളത് കണ്ണിമാങ്ങയും സ്വീറ്റ് മാംഗോയാണ്. എല്ലാത്തിനും അതിൻ്റേതായ ടേസ്റ്റാണ്. അപ്പോൾ ഈ മാങ്ങ മുഴുവനും ഇങ്ങനെ പ്രിസർവ് ചെയ്യുന്ന ഒരു രീതി. ഇനി അടുത്തൊരു രീതി, അതൊരു പ്രത്യേക രീതി തന്നെയാണ്. ഇച്ചിരി സൂക്ഷിച്ച് വേണം, കാരണം ഈ ഭരണികളൊക്കെ പേടിക്കും പൊട്ട. ഇതൊരു ട്രഡീഷണൽ ഭരണിയാണ്. നല്ല ആദ്യത്തുള്ള തറവാടിൻ്റെ തനിമയുള്ള ഭരണി. ഈ ഭരണിയിൽ ഉപ്പുമാങ്ങ ഇട്ടിരിക്കുകയാണ്. എന്താണ് ഉപ്പുമാങ്ങ? ഇതിനകത്ത് കാണാമോ നിങ്ങൾക്ക്? കാണാലോ. വത്തൽ, അതുപോലെ കറിവേപ്പില, കായം, ഉപ്പ്, സ്വല്പം എണ്ണ, ഇതെല്ലാം ഈ എണ്ണയിൽ, നല്ലെണ്ണയിൽ കടുക് വറുത്ത് ഉപ്പും ഒഴിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതിനാണ് ഉപ്പുമാങ്ങ. കണ്ടോ, ഈ മാങ്ങ ഉപ്പിനകത്ത് കിടന്ന് പാകമായി കഴിഞ്ഞു. അപ്പോൾ അതെടുത്ത് ഏത് കറിക്ക് വേണമെങ്കിലും ഉപ്പുമാങ്ങയായിട്ട്, നിങ്ങൾ ഉപ്പുമാങ്ങ കേട്ടിട്ടുണ്ടോ? അതാണ് ഉപ്പുമാങ്ങ. ഉപ്പ്, ഈ വെള്ളം എടുത്ത് ടേസ്റ്റ് നോക്കിയത് അറിയാം ഇതിൻ്റെ രുചി. നല്ല പാകത്തിനുള്ള എരിവ്, ഉപ്പ്, കായം എല്ലാം ഉണ്ട് ഇതിനകത്ത്. തിളപ്പിച്ചരച്ച വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. ഇത് ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. മാങ്ങ ഈ ഭരണിയിലോട്ട് പെറുക്കിയിട്ടു, ഉപ്പിട്ടു, തിളപ്പിച്ചരച്ച വെള്ളം ഒഴിച്ചു. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കടുക് വറുക്കണം. എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ സ്വല്പം ഉലുവ ഇട്ട്, ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില, വറ്റൽമുളക്, കായം ഇത് ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ മൂടിക്കെട്ടി വെച്ചാൽ മതി. ഒരാഴ്ച കഴിയുമ്പം ഉപയോഗിക്കാൻ പാകമായി. ഇതിപ്പോൾ ഉപയോഗിക്കാൻ പാകമായിട്ടുണ്ട്. ഇത് എൻ്റെ തനതായ ഒരു ഉപ്പുമാങ്ങയാണ്. ഇങ്ങനെ ഉപ്പുമാങ്ങ വേറെ ആരും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാമല്ലോ എൻ്റേതാണോ അവരുടേതാണോ നല്ലതെന്ന്. ആണാലോ ഉപ്പുമാങ്ങ. ഇങ്ങനെ മാങ്ങ ഏത് വിധത്തിലും ഏത് പ്രായത്തിലും ഉപയുക്തമാക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഉണ്ടെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് എൻ്റെ പ്രോത്സാഹനം. എൻ്റെ മുമ്പോട്ടുള്ള വീഡിയോയുടെ നടത്തിപ്പ് എല്ലാം നിങ്ങളാണ് എൻ്റെ ബാക്ക് ബോൺ. ഓക്കെ, ഏവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.